അപ്പോൾ ഈ വിധത്തിൽ വ്യക്തികളിലെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ, മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്, വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് സെൽഫ് ഹിപ്നോസിസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അംഗീകാരം അവൻ്റെ വീട്ടിൽ നിന്ന്, അവൻ്റെ ഫാമിലിയിൽ നിന്ന്, അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്ന് മറ്റു വിധത്തിൽ, പോസിറ്റീവായ വിധത്തിൽ അവന് കൊടുക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രഗ്സ് അഡിക്ഷനെ കുറിച്ചാണ്. ഒന്ന്, ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വിഷയത്തിന്. മറ്റൊന്ന്, പലപ്പോഴും ഹിപ്നോസിസ് ട്രെയിനിങ്ങിനിടയിലും മറ്റുള്ള പരിശീലനങ്ങൾക്കിടയിലുമൊക്കെ പല വ്യക്തികളും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഡ്രഗ്സ് അഡിക്ഷനിൽ നിന്ന് വ്യക്തികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ, പരിഹാരങ്ങൾ എന്നെല്ലാം. അപ്പോൾ ഞാൻ പൊതുവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അഡിക്ഷൻ അത് ഏതായാലും ശരി, ഡ്രഗ്സ് ആണെങ്കിലും ശരി, ഡ്രഗ്സിൻ്റെ പല വിധത്തിലുണ്ട്, ആൽക്കഹോൾ അടക്കമുള്ള, അതാണെങ്കിലും ശരി, മൊബൈൽ അഡിക്ഷൻ ആണെങ്കിലും ശരി, ടി വി അഡിക്ഷൻ ആണെങ്കിലും ശരി, സീരിയൽ അഡിക്ഷൻ ആണെങ്കിലും ശരി, മറ്റേത് അഡിക്ഷൻ ആണെങ്കിലും ശരി, ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സിംറ്റം മാത്രമാണ്, ഒരു ലക്ഷണം മാത്രമാണ്. അതായത് അത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റേതോ ഒരവസ്ഥയെ തരണം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ഏതോ ഒരവസ്ഥയിൽ നിന്ന് ഒരു ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെയാണ് പലപ്പോഴും വ്യക്തികൾ ഈ വിധത്തിലുള്ള അഡിക്ഷൻസിലേക്ക് പോയി പെട്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണത്തെ കണ്ടെത്തി പരിഹരിക്കാതെ ഈ പറയുന്ന ഒരു പ്രത്യേക കാര്യത്തോട് മാത്രമുള്ള അഡിക്ഷനെ പരിഹരിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ ഈ വ്യക്തി അതിലും കഷ്ടമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയേക്കാം. അതല്ലെങ്കിൽ അതിലും വലിയ മറ്റെന്തെങ്കിലും ഒന്നിനെ അവർ വീണ്ടും കണ്ടെത്തിയേക്കാം. അതായത് വേറെ വലിയ എന്തെങ്കിലും ഒരു അപകടത്തിൽ ചെന്ന് ചാടാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ഒരു കാര്യം പറഞ്ഞു. വളരെ തമാശയിൽ പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ, വളരെ തമാശയിൽ പറഞ്ഞത്. ആ കുട്ടി അന്ന് LKG-യിലോ UKG-യിലോ ഒക്കെ പഠിക്കുകയാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവൻ പഠിക്കും. എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അതെല്ലാം കഴിക്കും. പിന്നെ അവൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും, അടുത്ത ദിവസത്തേക്കുള്ള ഹോംവർക്ക് ചെയ്യും, ഇതെല്ലാം ചെയ്യും. മറ്റ് കളികളിലേക്കൊന്നും പോവില്ല, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും. അവനോട് ആരും പറയുകയോ അവനെ പ്രോത്സാഹിപ്പിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും വേണ്ട, എല്ലാം ചെയ്യും. എന്നിട്ട് ഇവന് ചില സീരിയലുകളുണ്ട്, അതെല്ലാ സീരിയലുകളും ഒന്നുമല്ല, ചില സീരിയലുകൾ ഉണ്ട്. ആ സീരിയലുകളുടെ കൃത്യമായിട്ടുള്ള സമയമെല്ലാം കുഞ്ഞിനറിയാം. അവൻ ആ സീരിയലുകൾ പോയിരുന്ന് കാണും, സ്ഥിരമായിട്ട് അവനത് കാണും. ആ സീരിയലുകൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവൻ കൃത്യമായിട്ട് പഠിക്കാനും ഉള്ളതൊക്കെ പഠിക്കുകയും ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് ആ സീരിയലുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരും അവനെ വഴക്കൊന്നും പറയുന്നില്ല, പോയിരുന്ന് പഠിക്കണമെന്നും പറയില്ല, കാരണം അവൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാണ്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, കുറേ നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ LKG-യിൽ നിന്ന് UKG-യിലേക്കായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അവൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അവനേക്കാൾ 2 വയസ്സ് കൂടി പ്രായം കൂടിയ കുട്ടി, ആ കുട്ടിയെ വിളിച്ച് വളരെ രഹസ്യമായിട്ട് മാറ്റി നിർത്തിയിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, അതായത് ചേച്ചിയോട് ചോദിക്കുകയാണ്, വളരെ രഹസ്യമായിട്ട് ചോദിക്കുക. ആ ഒരു LKG-കാരൻ അല്ലെങ്കിൽ UKG-കാരൻ അവൻ്റെ പ്രായത്തിൻ്റെ നിഷ്കളങ്കതയോട് കൂടി തന്നെ ചേച്ചിയോട് ചോദിക്കുകയാണ്, അതെ, ഞാൻ ഈ സീരിയലുകളൊക്കെ കാണുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? സീരിയലൊക്കെ കാണുന്നത് എന്തിനാണെന്ന് അറിയാമോ എന്ന് ചേച്ചിയോട് നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി അവനോട് പറയുന്നുണ്ട്, ഇല്ല, എനിക്കറിയില്ല, എന്തിനാണ് നീ സീരിയലുകളൊക്കെ കാണുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അവൻ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ആരെങ്കിലും കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം വളരെ രഹസ്യമായിട്ട് ചേച്ചിയോട് പറയുകയാണ്, അതെ, ഈ സീരിയലുകളിലെ ചേച്ചിമാരില്ലേ, ഈ ചേച്ചിമാരെ ഇത്രയുള്ള കൈകളുള്ള അല്ലെങ്കിൽ കൈകളില്ലാത്ത ബ്ലൗസുകളാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സീരിയലുകൾ കാണുന്നത് എന്ന്. മനസ്സിലായോ?
അതായത് ഈ സീരിയൽ ആക്ടേഴ്സിൻ്റെ, നടിമാരുടെ കൈകളെ കാണാൻ നല്ല രസമാണ്, അതുകൊണ്ടാണ് അവൻ സീരിയൽ കാണുന്നത്. അതല്ലാതെ ആ കഥയോടുള്ള അല്ലെങ്കിൽ കഥാപാത്രത്തോടുള്ള താല്പര്യമോ കഥയുടെ തുടർച്ച കാണാനോ ഒന്നുമല്ല. അപ്പോൾ നോക്ക്, ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൻ പഠനത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് സാരില്ല. അതല്ലാതെ ഒരു പക്ഷേ പഠനം, മറ്റു കാര്യങ്ങളെല്ലാം പിന്നോക്കം പോയിട്ട് സീരിയലുകളിലേക്ക് മാത്രം പോയിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലോ നമ്മളതിന് എന്താ പറയുക, സീരിയൽ അഡിക്ഷൻ എന്ന് പറയും. അവൻ ഏത് സമയവും സീരിയലിൻ്റെ മുന്നിൽ തന്നെയാണ്. വാസ്തവത്തിൽ സീരിയൽ കാണാനാണോ അവൻ പോയിരിക്കുന്നത്? അല്ല. പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്ലസ് പോയിൻ്റ് 2 എണ്ണമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 2 പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതിൽ ഒന്ന്, അവൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവനത് ദോഷകരമായിട്ട് ബാധിച്ചിട്ടില്ല. 2, അവൻ സീരിയൽ എന്തിനാണ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവനുണ്ട്, ബോധം അവനുണ്ട്. അതായത് വാസ്തവത്തിൽ എന്തിനോടാണ് അവൻ അഡിക്ഷൻ എന്നുള്ളത് അവനറിയാം, മറ്റുള്ളവർക്കറിയില്ല, പക്ഷെ അവനറിയാം. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക, അവർക്ക് അറിയില്ല, അവർക്ക് വാസ്തവത്തിൽ എന്തിനോടാണ് അഡിക്ഷൻ എന്ന് പറയും, അവർക്കറിയില്ല. ചിലർ പറയാറില്ലേ കുഞ്ഞിന് മൊബൈൽ അഡിക്ഷൻ, അതല്ലെങ്കിൽ TV പ്രോഗ്രാമുകളോട് അഡിക്ഷൻ, അല്ലെങ്കിൽ വീഡിയോ ഗെയിംസിനോട് അഡിക്ഷൻ, ഇതൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ ഗെയിംസ് അതെന്താണ് അവന് നൽകുന്നത്, അതിലൂടെ എന്ത് ഒരു മാനസിക സുഖം, സംതൃപ്തി അതാണ് അവൻ അനുഭവിക്കുന്നതെന്ന് പലപ്പോഴും അവനും അറിയില്ല, കൂടെയുള്ളവർക്കും അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതറിയാതെ, ആ കൃത്യമായിട്ടുള്ള കാരണത്തെ അറിയാതെയാണ് നമ്മളിത് പരിഹരിക്കുന്നത് എങ്കിൽ അത് അതിൻ്റെ പൂർണ്ണതയിലെത്തില്ല, ഫലപ്രാപ്തിയിലെത്തില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ TV കാണുന്നത് അവനങ്ങ് നിഷേധിക്കുകയാണ്. നമ്മൾ തീരുമാനം എടുക്കുന്നു, ഇനി നമ്മുടെ വീട്ടിൽ സീരിയൽ വെക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ സീരിയൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ TV തന്നെ നമ്മളാരും കാണുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണെന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും അവൻ ഇത് കാണാൻ വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങളെ തേടും. മനസ്സിലാവുന്നുണ്ട്? അത് ഏത് എക്സ്ട്രീം ലെവൽ വരെ പോകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് കാര്യകാരണങ്ങളെ കണ്ടെത്തി അവിടെയാണ് പരിഹാരം കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയാമായിരിക്കും, പല വിധത്തിലുള്ള അഡിക്ഷന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വളരെ കുറഞ്ഞ കാലത്തിന് ഇടയിൽ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെ കൂപ്പുകുത്തിപ്പോയ ആളുകളെ. അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ അതേക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഡിക്ഷൻ ഉണ്ട് എങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മെജോറിറ്റിക്കുമുള്ള 1-2 അഡിക്ഷൻ ഉണ്ട്. മൊബൈൽ അഡിക്ഷൻ, അത് മൊബൈൽ മാത്രമല്ല, റീൽസ്, അതുപോലെ ഷോർട്ട് വീഡിയോസ്, ഇതിനെല്ലാം അഡിക്റ്റഡ് ആയിരിക്കുന്ന ധാരാളം പേര് എനിക്കറിയാം. പലരും പറയാറുണ്ട്, മണിക്കൂറുകളോളം ജോലിക്ക് പോകാതെ, മറ്റു കാര്യങ്ങൾക്ക് പോകാതെ മണിക്കൂറുകളോളം ഈ റീൽസും ഷോർട്ട് വീഡിയോസും ഒക്കെ കണ്ടിരിക്കുന്ന ആളുകൾ. അതുപോലെ ചില വീഡിയോ ഗെയിംസിന് അതിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ, അവരവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നുകൊണ്ട് ചില വീഡിയോ ഗെയിംസിൽ മുഴുകിയിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഈ വിധത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ. അതുപോലെ തന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇതിന് പരിഹാരം ശരിക്കും നിങ്ങൾക്ക് കാരണം അറിയാമെങ്കിൽ, മെജോറിറ്റിക്കും അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ കാണുന്നതിലൂടെ ശരിക്കും എന്താണ് എനിക്ക് കിട്ടുന്നത്, എൻ്റെ മനസ്സെങ്ങനെയാണ് സംതൃപ്തമാവുന്നത് എന്ന് കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ വീഡിയോ ഗെയിംസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിക്കുന്ന സമയത്തുള്ള ഒരു അംഗീകാരമുണ്ട്. ഡിജിറ്റലായിട്ടാണെങ്കിൽ പോലും ആർപ്പ് വിളികൾ, അതുപോലെ പോയിൻറ്റ്സ്, ചിലപ്പോൾ കിരീടങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനത് ആ മേഖലയിലധികം പോയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അറിയാമോ നിങ്ങൾക്കത്? അപ്പോൾ ഈ വിധത്തിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ അവരതിലേക്ക് നയിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അംഗീകാരം അവൻ്റെ വീട്ടിൽ നിന്ന്, അവൻ്റെ ഫാമിലിയിൽ നിന്ന്, അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്ന് മറ്റു വിധത്തിൽ, പോസിറ്റീവായ വിധത്തിൽ അവന് കൊടുക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് അവനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി ശരിയായിട്ടുള്ള കാരണം അറിയില്ല, സ്ഥിരമായിട്ട് മൊബൈൽ അഡിക്ഷനാണ്, അല്ലെങ്കിൽ സീരിയൽ അഡിക്ഷനാണ്, അതല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് കാണുന്നു, വല്ലാതെ അഡിക്ഷനാണ്, കാരണം അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ കാരണത്തെ, നിങ്ങൾക്കറിയാത്ത ആ കാരണത്തെ കണ്ടെത്താൻ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സമീപന രീതിയിലൂടെ പറ്റും. ഇപ്പോൾ ചില വ്യക്തികൾ മദ്യം കഴിക്കുന്നു,
മദ്യം കഴിക്കുന്നത് അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചിലപ്പോൾ ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. അത് തിരിച്ചറിഞ്ഞിട്ട് മദ്യമില്ലാതെ തന്നെ ആത്മവിശ്വാസം ലഭിക്കാൻ ഉള്ള ചില കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ, സുഖമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ മദ്യമുണ്ടെങ്കിലേ സാധിക്കൂ. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് മദ്യത്തെ മാത്രം മാറ്റി വെച്ചാലോ അവൻ്റെ ഉറക്കത്തെ അത് ബാധിക്കും, അവൻ്റെ ജീവിത രീതികളെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ആ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാതിരിക്കുന്നതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് എങ്കിൽ ആ കാരണങ്ങളെ കൂടി കണ്ടെത്തി പരിഹരിച്ചു കൊണ്ട് അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വിധത്തിൽ വ്യക്തികളിലെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ, മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. സെൽഫ് ഹിപ്നോസിസ്, അതുപോലെ തന്നെ ഗൈഡഡ് ഹിപ്നോസിസ്. സെൽഫ് ഹിപ്നോസിസിനെക്കുറിച്ചും ഗൈഡഡ് ഹിപ്നോസിസിനെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നിലേക്ക് പോയി നോക്കിയാൽ അറിയാം സെൽഫ് ഹിപ്നോസിസ് എന്തിനാണ് എന്നുള്ളത്, സെൽഫ് ഹിപ്നോസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകൾ. അതുപോലെ തന്നെ ഗൈഡഡ് ഹിപ്നോസിസ് ഉണ്ട്, കോസ്മിക് മെഡിറ്റേഷൻ തുടങ്ങിയ വീഡിയോകൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് സെർച്ച് ചെയ്താൽ ഒന്ന് പിന്നിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. ഇതിലൂടെയെല്ലാം ഒരു പരിധിവരെ സ്വയം തന്നെ നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിൻ്റെ സേവനത്തെ ഉപയോഗപ്പെടുത്താം. മനസ്സിലാവുന്നുണ്ട്? എന്ത് തന്നെ ആയാലും ഒരു അഡിക്ഷൻ ഉണ്ട്, അതെനിക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്, എൻ്റെ ജോലിയെ ബാധിക്കുന്നുണ്ട്, എൻ്റെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്, എൻ്റെ ജീവിത ചര്യകളെ ബാധിക്കുന്നുണ്ട് എന്നും ബോധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇനി ഒരു വിഭാഗം പേർക്ക് അത് ബോധ്യമായാൽ തന്നെ അതവർ അംഗീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവരെ ഒന്ന് സഹായിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം കൂടി അവരോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമെല്ലാം ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.